Hi friends, Assalamu alaikum. Welcome back to this world. ഞാനിന്ന് വന്നത് എന്തെന്ന് വെച്ചാൽ ഏകദേശം മനസ്സിലായി കാണും, നിങ്ങൾക്ക് തമിഴിൽ കണ്ടു കാണും. പിന്നെ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, പലപ്പോഴും പല ആൾക്കാരും ചോദിച്ചൊരു കാര്യമാണ്. ഇന്ന് നമ്മൾ പല വിദ്യകൾ കാരണം കൊണ്ട് നമ്മളെ ഫേസിലെ നിറം വർദ്ധിപ്പിക്കാൻ നോക്കും, കൈയിൻ്റെ നിറം, കാലിൻ്റെ നിറം, ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരു ടെൻഷനുള്ള കാര്യമാണ്. പല ആൾക്കാരും പറയും നമ്മുടെ ലിപ്പ് പഴയതുപോലെ കളറില്ല, മുകളിലെ ലിപ്പ് കറുത്തിട്ടുണ്ട്, ഇത് മാറാൻ എന്ത് ചെയ്യേണ്ടത്, ഇതെന്താ ഇങ്ങനെ ആവുന്നതിൻ്റെ മെയിൻ കാരണം ചില ആൾക്കാർക്ക് അറിയാമായിരിക്കും. നമ്മൾ പല പല ലിപ്സ്റ്റിക്കുകൾ യൂസ് ചെയ്യും. പിന്നെയുള്ള മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടായാലും ആദ്യം അത് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മുടെ കണ്ണിൻ്റെ താഴെ, ചുണ്ടിന്. ഇതിനൊക്കെയാണ് നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മളെ ശരീരത്തിന് എന്തും പല മെഡിസിൻസുകൾ കഴിക്കുന്നുണ്ടെങ്കിലും എന്തും ഫസ്റ്റ് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ചുണ്ടിനും കണ്ണിൻ്റെ താഴെ ഇങ്ങനെയുള്ളടക്കെയാണ്. പിന്നെ ആണുങ്ങളാണെങ്കിൽ സിഗരറ്റ് വലിക്കും, പിന്നെ ഓവർ ചൂട് കൊള്ളുന്നത്, പിന്നെ ചോക്ലേറ്റ്സ്, ഇങ്ങനെ പലതിലും നമുക്ക് ചുണ്ടിൻ്റെ കളർ ഇതാവും. പിന്നെ ബ്രാൻഡഡ് അല്ലാത്ത ഇങ്ങനെ ലോക്കലായിട്ടുള്ള ലിപ്സ്റ്റിക്കുകൾ ഇങ്ങനെ കണ്ടമാനം യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ ഒരു കാരണമാണ് നമ്മുടെ ചുണ്ടിൻ്റെ കളറ് മങ്ങിപ്പോവാനുള്ളത്. പിന്നെ പല ആൾക്കാരും ചോദിക്കും വീട്ടിൽ നിന്ന് ഹോം റെമഡി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയുണ്ട്. പല കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല. അതിൽ ഇപ്പം എനിക്കിവിടെ വെച്ച് കിട്ടുന്നതും എനിക്കിപ്പം വീട്ടിൽ നിന്ന് തന്നെ ചെയ്തിട്ട് നല്ല റിസൾട്ട് കാണിക്കുന്നതും, എനിക്കിപ്പം ഇവിടെ വന്നതിന് ശേഷം തന്നെ ഇവിടുത്തെ കാലാവസ്ഥ, ഞാൻ ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നത്, അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് ആയതിൻ്റെ ഇതിലും ഭയങ്കര ഡ്രൈ ആയിട്ട് ചുണ്ടൊക്കെ പൊട്ടി ചോര വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെല്ലാം വീഡിയോ കോൾ വിളിക്കുമ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കും എൻ്റെ ചുണ്ട് നോക്ക്. പക്ഷെ അതിനൊക്കെ നമുക്ക് തന്നെ അറിയാവുന്നത് കൊണ്ട് അതിനൊക്കെ തരണം ചെയ്ത് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരുപാട് സംസാരിച്ച് ഞാൻ നിങ്ങളെ ലാഗ് അടിപ്പിക്കുന്നില്ല, സംഭവം ചെയ്ത് കാണിച്ചു തരാം. അപ്പം അതിൻ്റെ എന്ത് നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്നെടുത്ത് ചെയ്യുന്നതിനേക്കാളും നല്ലത് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം തേൻ വീട്ടിലുണ്ടെങ്കിൽ തേനും ഷുഗറും കൂട്ടിയിട്ട് ഇതാക്കുക. ഒരു ചെറുങ്ങനെ ഇപ്പം വേറെ ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ പല്ല് തേക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ആ ബ്രഷിനെ കൊണ്ട് തന്നെ ചെറുങ്ങനെ ഒന്ന് ലിബിന് ഇങ്ങനെ സ്ക്രബ് ചെയ്യുക. ഹാർഡായിട്ടല്ല, ചെറുങ്ങനെ ഒന്ന് ഈ തോല് പൊട്ടുന്ന ഇതൊക്കെ ഇല്ല, അതിനൊന്ന് സ്ക്രബ് ചെയ്തിട്ട് നമുക്ക് വന്നിട്ട് പെട്ടെന്ന് നമുക്ക് അടുക്കളയിൽ കിട്ടാൻ പറ്റും പശു നെയ്യ്, അതിനൊന്ന് തേച്ച് കൊടുത്താലും നല്ല മോയ്സ്ചറൈസേഷനാണ്. അങ്ങനെ ചെയ്യുക. പിന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക്. ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. അത് തേനും പഞ്ചസാരയും കൂടിയിട്ട് മിക്സ് ആക്കിയതാണ്. നല്ല ഹാർഡുള്ളവരും നല്ലോണം ബ്ലാക്കുള്ളവരും ഒരു തേനെ ഒരു 2 മിനിറ്റ് വെച്ചിട്ട് പിന്നെ മെല്ലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എന്നെ ഡെയിലി അധികം ചെയ്യുന്നത് കൊണ്ട് ഞാൻ 2 മിനിറ്റ് വെക്കുവാൻ നിൽക്കുന്നില്ല, ഒരു 1 മിനിറ്റോളം നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക.
ഇനി ഇതിൻ്റെ മേത്തൊരു പാക്കായിട്ട് മഞ്ഞളും പാലും മിക്സ് ആക്കിയിട്ട് തേച്ച് കൊടുക്കാം. ചെറുങ്ങനെ തോല് പോയവർക്കൊക്കെ ചെറിയ നീറ്റലുണ്ടാകും. സ്ക്രബ് ചെയ്ത സമയത്ത് ഇങ്ങനെ ആടായിട്ട് എടുക്കരുത്. ഇങ്ങനെ ജസ്റ്റ് സോഫ്റ്റ് ആയിട്ട് 1-2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊരു ഏത് പാക്കും നമ്മൾ ചുണ്ടിനിടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫേസ് പാക്ക് ഇടുന്ന സമയത്ത് നമ്മൾ ചുണ്ടിനിടുന്നുണ്ടെങ്കിൽ ചുണ്ടിൻ്റെ ഒരു 2-3 മിനിറ്റ് കൂടുമ്പം തന്നെ നമ്മൾ അത് എടുക്കണം. അത് ചുണ്ടിന് ഒരുപാട് സമയം നമ്മൾ പാക്കിട്ട് വെക്കാൻ പാടില്ല, ചുണ്ട് ഡ്രൈ ആയി പോവും. അപ്പം ഒരു 2 മിനിറ്റ് കൂടിയാൽ ഒരു 3 മിനിറ്റ്, ഏകദേശം 2-2.5 മിനിറ്റ് ആയിട്ടുണ്ട്. പാൽ തന്നെയാണ്. ഇങ്ങനെ കുറച്ച് പാലാക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പാക്ക് ഇതാവുന്ന രീതിയിൽ, ചുണ്ടിനെ വേദനിപ്പിക്കാത്ത രീതിയിൽ ഇപ്പം തന്നെ ചുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്തതിന് ശേഷം മഞ്ഞളൊക്കെ യൂസ് ചെയ്താൽ ഒരു മോയ്സ്ചറൈസേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പശു നെയ്യ് രാവിലെ പല്ല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുണ്ട് സ്ക്രബ് ചെയ്തിട്ട് ഈ പശു നെയ്യ് തേച്ച് കൊടുത്താൽ തന്നെ നല്ല റിസൾട്ടാണ്. ഇതിലും വലിയ ഒരു ലിപ് ബാം ഇറങ്ങിയിട്ടില്ല. അത്രയും നല്ലൊരു മോയ്സ്ചറൈസേഷനാണ് നമുക്ക് പശു നെയ്യ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക, കമൻ്റ് അയക്കുക. എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ലൈക്ക് അടിക്കണേ. പുതിയൊരു പാക്കിൻ്റെ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.